ബാൻഡ് വിഡ്ത്തും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഗിവൺ ഡാറ്റ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ടാണ്. ഇൻഡക്ടർ എന്ന് പറയുന്നത് 20 മില്ലി ഹെൻറിയാണ്. 20 × 10⁻³ -3 0.5 മൈക്രോ ഫാരഡയാണ്. 0.5 × 10⁻⁻6 ആണ്. റെസിസ്റ്റൻസ് 20 ഓം ആണ്. റെസൊണൻസ് ഫ്രീക്വൻസി കാണാൻ 1/2π√LC ആണ്. 1/2 × 2 × 3.14 L എന്ന് പറഞ്ഞാൽ 20 × 10⁻³ സി എന്ന് പറഞ്ഞാൽ 0.5 × 10⁻⁻6 1591 ഹെഡ്സ് ആണ്. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/r√LC ആണ്. 1/20 × √10 × 10 × 20 × 10⁻³ 0.5 × 10⁻⁻6 വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഹാഫ് പവർ ബാൻഡ് വിഡ്ത്ത് F0യും Q0യും ഉപയോഗിച്ച് കാണാനാണ്. അതായത് F0/Q0 ആണ്. 1591/10 എന്ന് പറഞ്ഞാൽ 159.1 ഹെഡ്സ് ആയിട്ട് മാറും. ഈ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത് Q എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ 45 ആണ് വരിക. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഹാഫ് പവർ ബാൻഡ് വിഡ്ത്ത് യൂസിങ് ജനറൽ ഫോർമുല ഫോർ എനി ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ F0 × Q/Q0 വരും. 1591 ടാൻ 45 ഡിവൈഡഡ് ബൈ 159.1 Q0 ദാറ്റ് ഈസ് 159.1 ഹെഡ്സ് തന്നെയാണ് വരിക. അപ്പോൾ രണ്ട് ഇക്വേഷൻ മനസ്സിലായി. F0/Q0 ഉണ്ട്. F0 × Q/Q0 ഉണ്ട്. അത് യൂസിങ് ഫോർമുല ഫോർ എനി ബാൻഡ് വിഡ്ത്ത് ആണ്. മറ്റത് ഹാഫ് പവർ ബാൻഡ് വിഡ്ത്ത് മാത്രം ആവുമ്പോഴാണ് F0/Q0 ആവുന്നത്. അടുത്തത് പവർ ഹാഫ് പവർ ആൻഡ് ബാൻഡ് വിഡ്ത്ത്. ഹാഫ് പവർ കാണാൻ R0/2πL ആണ്. 20 × 2 × 3.14 × 20 × 10⁻³ ചെയ്താൽ ബാൻഡ് വിഡ്ത്തായി 159.1 ഹെഡ്സ് ആയിട്ട് മാറി. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, വോൾട്ടേജിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇമ്പിഡൻസ് ഒക്കെ ഇല്ലാതെ ആവും. 20² ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 20 വാട്ട് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.